സമോസ ഇങ്ങനെ പ്ലേറ്റ് എടുത്തിട്ട് 2 സമോസ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ വിരൽ വെച്ചിങ്ങനെ ഒരൊറ്റ ഉടയുണ്ട്. അതിൻ്റെ മുകളിലേക്ക് തൈരും പിന്നെ വേറെ എന്തൊക്കെയോ മറ്റേ ചട്നിയൊക്കെ ചന അതൊക്കെ ഇട്ടിട്ട് അതൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. തിന്ന സാധനത്തിന് കാശ് കൊടുത്തല്ലേ പറ്റൂ. തിന്നുപോയില്ലേ? എപ്പോഴും മൈൻഡിൽ ആ ഒരു സാധനം ഓർമ്മ വരുന്നത് എന്ത് സാധനം? നാരങ്ങ വെള്ളം. വേറെ എവിടെയാ ടേസ്റ്റ് കിട്ടില്ല അല്ലേ? കടം കിട്ടില്ല, പറ്റ് കിട്ടില്ല. ഈ പറ്റൊക്കെ ലാസ്റ്റ് ആരാ ക്ലിയർ ചെയ്തത്? വീട്ടുകാർ വന്നു. എത്ര ദൂരത്ത് നിന്നാലും ഈ സമൂസയുടെ മണം വരും. ചില റിസർച്ചിൻ്റെ സമയത്ത് നമുക്ക് കറക്റ്റ് വിശക്കുന്ന ഒരു സമയമാണ്. എനിക്കത് ഓർക്കുമ്പോൾ ആയിരുന്നോളം തന്നെ ക്ലാസ്മേറ്റ്സിൽ എല്ലാവരും നമുക്ക് വലിയ താല്പര്യം കാണുന്നില്ല. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഒട്ടും നമുക്ക് സിങ്ക് ആകാത്ത ചില ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരുമായിട്ട് പിന്നെ വലുതായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരുമായിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുമായിട്ട് സിങ്കാണ്. ഞാൻ ബസ്സിൽ നിന്നുറങ്ങും. ഞാനും ഒരു ലീഗോ ക്ലാഷ് വരാണ്. അവരെന്തേലും പറഞ്ഞാൽ എനിക്ക് പിന്നെ അത് ദേഷ്യം വരും. അല്ല, പിന്നെ എന്റെ ഈഗോ ഹേർട്ടോ. അടി കിട്ടാറുണ്ടോ അച്ഛന്? കിട്ടി, ചേപ്പക്കുറ്റിയൊക്കെ. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. താങ്ക് യു. മൊത്തത്തിൽ ഒരു അക്ഷരപ്പിശകളാണല്ലോ ഇത് മൊത്തത്തില്. പിള്ളേരുടെ ശ്രീകുട്ടന്റെയും ടീമിന്റെ. സാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് കൊറേ ചെയ്തിട്ടുണ്ട്. ശ്രീകുട്ടൻ വരും, ഏലം ശരിയാവും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് ഏത് സാറാ? മലയാളം സാറാണോ ഇത്? ജോണി ചേട്ടനാ. ഇംഗ്ലീഷാ. അപ്പൊ ഇംഗ്ലീഷ് തെറ്റൊന്നും വരുത്തിട്ടില്ല. അത് തന്നെ. ഇല്ല കടവുളെ ബിനീഷ് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ? സൈചേട്ടനെ കുറെ നാൾക്ക് ശേഷം നമുക്ക് ഇത്തിരി ഒരു ഫ്രീക്കൻ ലെവലിലൊക്കെ കാണാൻ പറ്റിയല്ലോ ഇതിനകത്ത്. അതെ അതെ, കുറച്ച് കാലത്തിന് ശേഷമാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം. ചുള്ളൻ ക്യാരക്ടർ. ചെറിയൊരു മാലയിട്ട ലുക്ക് മാറി. ഇലുമിനാറ്റി ബിനീഷ് എന്നാണ്. ഇലുമിനാറ്റി. ഓ, അപ്പൊ നമ്മുടെ സിനിമ ഇറങ്ങിയതിന് ശേഷം ലൈക്ക് ആവേശത്തിന് ശേഷം ഇട്ടതാണോ? അല്ലല്ല, ഇത് നമ്മള് നേരത്തെ ഷൂട്ട് ചെയ്തതാ. ആവേശ ഷൂട്ടിന്റെ മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. ആ പാട്ട് ഇതിന്റെ അകത്ത് കൂടെ വരണായിരുന്നു. അതിന് മുമ്പ് ചെയ്തത്. അപ്പം അതൊരു ഇലുമിനാറ്റി ആണല്ലോ. അതിന് മുമ്പേ അത് ചെയ്തത്. അതിന് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാ. ഓ, അങ്ങനെ അടിപൊളിയായിട്ട്. അത് ചേട്ടൻ എങ്ങനെയാ ഇപ്പം ഈയിടെ കണ്ടുവരുന്ന പോലെ ഇച്ചിരി സീരിയസ് ആണോ? അത് പിള്ളേരുടെ കൂടെ എൻജോയ് ചെയ്തൊരു റോളാണ്. അച്ഛൻ ഏതാ കൂടുതൽ ഇഷ്ടം? ഇങ്ങനെ പറയാൻ പാടായിരിക്കും. എനിക്ക് തോന്നുന്നത് ക്യാരക്ടർ സിനിമയിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു സാഹചര്യം, ഇതെല്ലാമാണ് എൻജോയ്മെന്റ് ഫാക്ടർ എനിക്ക്. അതിപ്പോ രണ്ടും എന്റർടൈൻമെന്റ്, ഹ്യൂമറസ് ആണെങ്കിലും ഇപ്പൊ സീരിയസ് ചെയ്യുമ്പോൾ ഉള്ള വേഷങ്ങളാണെങ്കിലും ഈ ഫാക്ടേഴ്സ് ഒക്കെ നല്ലതാണെങ്കിൽ നമ്മളത് ആസ്വദിച്ച് തന്നെ ചെയ്യും. എന്നാലും ഈ ഹ്യൂമർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ജോളി ആ ഒരു മൂഡ് കിട്ടാറുണ്ടോ? ഹ്യൂമർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടെൻഷൻ ആണല്ലേ? ഓ, കാര്യം പോയാൽ പണി വരുന്ന ഒരു കാര്യം ഹ്യൂമറാണ്. ഇച്ചിരി ഓവറായി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. പ്രത്യേകിച്ച് നമുക്ക് ചില ഇന്നൊക്കെ ഇപ്പൊ നമുക്ക് പലതിന്റെ പഴയ തമാശകൾ ഇന്ന് വർക്ക് ആവില്ലല്ലോ. അപ്പൊ അത് വർക്ക് ആകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഇൻസെക്യൂരിറ്റി എനിക്കുണ്ട്. ഓക്കെ. സഹിച്ചേട്ടൻ അങ്ങനെയൊക്കെ ഉണ്ടോ? ഡെഫിനറ്റ്ലി. അത് നമ്മൾ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ഉണ്ടാവും. പിന്നെ ഈ ഹ്യൂമർ വർക്കൗട്ട് ആകുമെന്ന് ഉള്ള ഒരു ചിന്ത എപ്പോഴും ഈ ഹ്യൂമർ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഓവർഡു ആവല്ലേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു പ്രാവശ്യം അത് വൃത്തികേടായി പോയാൽ പിന്നെ നമ്മുടെ വരാൻ പോകുന്ന ക്യാരക്ടേഴ്സിനൊക്കെ അത് ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഹ്യൂമർ ക്യാരക്ടേഴ്സ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അത്രയും വെൽ റിട്ടൺ ആയിരിക്കണം, നല്ല സിറ്റുവേഷൻസ് ആയിരിക്കണം. അതായത് ഇപ്പം ഞാനല്ല വേറൊരു ആക്ടർ അത് ചെയ്താലും അത് വർക്കാവണം. അങ്ങനത്തെ ഉള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഞാൻ ഇപ്പം നമുക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇതിലിപ്പോ ഫുൾ ആ ഒരു പിള്ളേരുടെ കൂടെ നിൽക്കുന്ന ഒരു ചങ്കായിട്ടുള്ള ഒരു ചേട്ടന്റെ ക്യാരക്ടറാണോ? അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. മൊത്തത്തിലൊരു വൈബാണ്.
അപ്പൊ ഇതിന്റെ ഓരോ ലുക്സ് എങ്ങനെ ഇങ്ങനെ ഇത്രയും മറ്റേ സ്വിച്ച് ഇട്ട പോലെ എങ്ങനെ ഇങ്ങനെ മാറ്റി പിടിക്കുന്നത്? അല്ലല്ല, അത് ഇവര് ഡിസൈൻ ചെയ്തതാണ്. അത് ഞാൻ ആക്ച്വലി ജാനകി ജാന എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത്, അപ്പോൾ ജാനകി ജാനയുടെ ലുക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, അതിന്റെ ഇടയ്ക്ക് പോയി ചെയ്ത സിനിമയാണ്. അപ്പൊ ഇത്രയും താടിയും മീശ ഉണ്ടായിരുന്നു, ഇത്രയും മുടി ഉണ്ടായിരുന്നു. അതില് അവര് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി. നമ്മുടെ രതീഷ് പുൽപ്പള്ളിയാണ് എന്റെ. ഓരോ സിനിമ ഇറങ്ങി ഗ്യാപ്പ് ഇട്ട് വേറെ വരുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ചേട്ടൻ വേറെ ലുക്കുകൾ കണ്ടുപോയി. പല്ലൊട്ടിയൊക്കെ വന്നത് കണ്ടു. അപ്പം ഇതൊക്കെ പല പല സമയത്ത് ചെയ്ത സിനിമകളാണ്. അപ്പൊ അതങ്ങനെ വ്യത്യാസം ഫീൽ ചെയ്യുന്നതാണ്. അത് ഒരു കണക്കിന് നല്ലതാണ്. അത് തന്നെ. എങ്ങനെയാ ക്യാരക്ടർ എങ്ങനെയാണ് ഇതിന്റെ? എന്റെ ക്യാരക്ടർ എനിക്കൊരു ചെറിയ ക്യാരക്ടറാണ്. നമ്മൾ ഫോക്കസ് ചെയ്ത എഴുത്തിലായിരുന്നു ഇതിനകത്ത്. അപ്പോൾ നമ്മൾ 4 പേര് ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. ഇതിലൊരു ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തത്. അത് ഈ പറയുന്ന പോലെ എല്ലാ സ്കൂളിന്റെയും നേരെ ഓപ്പോസിറ്റ് പിള്ളേർക്ക് പ്രിയപ്പെട്ട ഒരു കട ഉണ്ടാവും. ഒരു ഓടിപ്പോയി സിപ്പപ്പ് വാങ്ങിക്കുന്നതും മുട്ടായി വാങ്ങിക്കുന്നതും പിന്നെ അവരുടെ കമ്പനി ആവുന്നതും അങ്ങനെ ഒരു കട നടത്തുന്ന ഒരു കടക്കാരനാണ്. കൂടുതൽ പാർട്ട് ടൈം ഒരു സീരിയൽ നടന്നും കൂടെയാണ്. അതാണ് ആ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടറാണ്. അങ്ങനെ ചെറുപ്പത്തിൽ ഒരു കട ഉണ്ടായിരുന്നോ? ജോസ് ബേക്കർ ആണല്ലേ? എന്താ അവിടെ പോയിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത്? ഇപ്പോഴും മൈൻഡിൽ ആ ഒരു സാധനം ഓർമ്മ വരുന്നത് എന്ത് സാധനം? നാരങ്ങ വെള്ളം, പപ്സ്, കട്ട്ലറ്റ്. വേറെ എവിടെയാ അത് ടേസ്റ്റ് കിട്ടില്ല അല്ലേ? കടം പറ്റ് കിട്ടില്ലായിരുന്നു. ഈ പറ്റൊക്കെ ലാസ്റ്റ് ആരാ ക്ലിയർ ചെയ്തത്? വീട്ടുകാര് വന്നു. ജോസ് ബേക്കർ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ എന്റെ സ്കൂളിൽ നേരെ ഓപ്പോസിറ്റുള്ള കട, പുള്ളിയുടെ പേര് ഭയങ്കര കോമഡിയാണ്. നാരകൃഷ്ണൻ എന്നാണ് പേര്. അതങ്ങനെ എല്ലാവരും നാട്ടുകാരും വിളിക്കുന്നത് നാരകൃഷ്ണന്റെ കട എന്നാണ് വിളിക്കുന്നത്. അഭിമാനത്തോടെ എന്തോ നാരകൃഷ്ണന്റെ കടയിലാണ് നമ്മൾ പോകുന്നത്. ആയിരിക്കും, ആണ്. നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. നാരകൃഷ്ണൻ പണ്ടോട്ട് നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. ഇപ്പോഴുണ്ടോ കട? ഇല്ല, ഇപ്പൊ ഇല്ല. അങ്ങനെ ആ കടയിലായിരുന്നു പോകുന്നത്. ആ കടയിലാണ് പോകുന്നത്. പിന്നെ ഒരു കുളിർമ എന്ന് പറഞ്ഞൊരു ആ സമയത്ത് ഒരു വലിയ മറ്റേ ഷെയ്ക്ക് ഒക്കെ ഉള്ള കട തുറന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഷാർജ ഷെയ്ക്ക് ഒക്കെ കുടിക്കുന്ന അവിടെ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കുളിർമ എന്ന് പറഞ്ഞാൽ ആ കടയിൽ ഇപ്പൊ ഇല്ല. സഹിച്ചേണ്ടോ അങ്ങനത്തെ മെമ്മറീസ് ഒക്കെ പണ്ട്? കേരളത്തിലില്ല. നമ്മൾ അവിടെ ആയിരുന്നപ്പം ഈ ഉന്തുവണ്ടിയില് മഹാരാജ് എന്ന് പറഞ്ഞ ഒരാള്, മഹാരാജ് നല്ല പുള്ളിയുടെ പേര്, പക്ഷെ പുള്ളി മഹാരാജ് എന്നാണ് വിളിക്കുന്നത്. ഈ സമോസ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ മഹാരാജ് എന്ന് വിളിക്കും ജനറലി. അപ്പം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ റിസസ് ടൈമിൽ പുള്ളിയുടെ ഉന്തുവണ്ടി അകത്ത് വരാനുള്ള പെർമിഷൻ ഉണ്ട് പുള്ളിക്ക്. പുള്ളി അത് അകത്ത് കൊണ്ടുവരും. എന്നിട്ട് പോക്കറ്റ് മണി കിട്ടുന്ന പിള്ളേരൊക്കെ എൻ്റെ ചുറ്റും നിന്ന് ഇത് കഴിക്കുന്നത്, ഇത് അടുത്ത് നിന്ന് പോയി ഇതിൻ്റെ മണമൊക്കെ വരും. എത്ര ദൂരത്ത് നിന്നാലും സമോസയുടെ മണം വരും. ചില റിസസിൻ്റെ സമയത്ത് നമുക്ക് കറക്റ്റ് വിശക്കുന്നൊരു സമയമാണല്ലോ. എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ ആയിരുന്നു വെള്ളം തന്നെ. ഈ സമോസയൊക്കെ അവർ മേടിച്ച് തിന്നുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഉമ്മനീര് ഇറക്കി ആക്ച്വലി 6th വരെയാണ് ഞാൻ ആ സ്കൂളിൽ പഠിച്ചത്. ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തിൻ്റെ എനിക്കൊരു സമോസ കഴിക്കാൻ പറ്റിയിട്ടില്ല. വെച്ചാൽ അങ്ങനെ പോക്കറ്റ് മണിയൊന്നും ഒന്ന് തരില്ലല്ലോ വീട്ടിൽ നിന്ന്. വെച്ചാൽ ടിഫിൻ തന്നു വിടുന്നുണ്ട്, ഇപ്പം അതിൻ്റെ പുറമെ സമോസയും കൂടെ കഴിക്കണമെന്നുള്ളത്. നമുക്കത് പോരല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂളിലൊക്കെ ആയപ്പോഴത്തേക്കും സ്കൂളിൻ്റെ പുറത്ത് തന്നെ ഇതുപോലത്തെ ഒരു ചെറിയൊരു കടയുണ്ട്, പേരെനിക്ക് ഓർമ്മയില്ല. അവിടെ സമോസ ഇങ്ങനെ പ്ലേറ്റ് എടുത്തിട്ട് 2 സമോസ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ ഒരൊറ്റ ഉടയുണ്ട്. അതിൻ്റെ മേളിലേക്ക് തൈരും പിന്നെ വേറെ എന്തൊക്കെയോ മറ്റേ ചട്നിയൊക്കെ, ചന അതൊക്കെ ഇട്ടിട്ട് അതൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഈ പോക്കറ്റ് മണി സംസ്കാരമൊക്കെ ഇപ്പോഴത്തെ എനിക്കൊന്ന് എൻ്റെ ചേട്ടൻ്റെ ഒന്നും അങ്ങനെ ഇല്ല. ആരെങ്കിലും ക്രിസ്മസിനൊക്കെ അങ്കിൾമാരോ ആരെങ്കിലും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ എന്തെങ്കിലും ഒരു നമുക്കൊരു, അല്ലെങ്കിൽ ശബരിമല പോണ സമയത്ത്, വിഷുവിന്റെ സമയത്ത് പിന്നെ വിഷു കറക്റ്റ് അങ്ങനെയൊക്കെ ഉള്ളൂ. അതെ, അത് 2 രൂപ. ശീലങ്ങളായിട്ടൊന്നും പോക്കറ്റ് മണി എനിക്കങ്ങനെ. പിന്നെ എന്ത് വിശ്വസിച്ചായിരുന്നു ജോസ് ബേക്കറിയിൽ പറ്റ് തുടങ്ങിയത്? വെച്ച് തിന്ന സാധനത്തിന് കാശ് കൊടുത്തല്ലേ പറ്റൂ. തിന്നുപോയില്ലേ, പുള്ളി ചോദിക്കുമ്പോ പിന്നെ വീട്ടുകാർക്ക് കൊടുത്തല്ലേ പറ്റൂ. പറഞ്ഞ കറക്റ്റാ ഫഹദിക്കയുടെ ക്യാരക്ടർ. ഈ പ്രായത്തിന് നല്ല, എനിക്ക് തോന്നാറുണ്ട് നല്ല വിശപ്പാണ്. ഈ നമ്മുടെ പിള്ളേരുടെ കൂട്ടത്തില് ഇപ്പോഴും നമ്മുടെ ഈ പിള്ളേരുടെ കൂട്ടത്തില് ലൈക്ക് ആരായിരുന്നു ഇതിൽ ഏറ്റവും കുറുമ്പൻ?
അവൻ പോസ്റ്ററിലില്ല. ഇല്ല. അവൻ രസമാണ്. അവന്റെ അമ്മയും ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. പൊക്കൊക്കെ ഉള്ള ചിണ്ടപ്പെന്നാണോ പേര്, അങ്ങനെ വിളിക്കുന്നത്. അമ്മയും അടിപൊളിയായിരുന്നു. അതായത് സപ്പോർട്ടീവ് പാരന്റ്സ് ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെ, കുഞ്ഞുങ്ങളോടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇവരെ ബുദ്ധിമുട്ടിരിക്കുന്ന രീതിയിലല്ല, അവരവിടെയൊക്കെ ഉണ്ടാവും, മരത്തിന്റെ അടിയിലോ മറ്റു ക്ലാസ്. പക്ഷെ ഈ കുട്ടി വളരെ ആക്റ്റീവ് ആൻഡ് എന്താ പറയാ, മറ്റുള്ളവർക്ക് ഒന്ന് അവരുടെ ഏരിയയിൽ നിൽക്കുമല്ലോ, പുള്ളി ഇന്ററാക്റ്റീവ് ആയിരുന്നു. അങ്ങനെയായിരുന്നു. സവിചേട്ടൻ ഈ ഇതൊക്കെ കണ്ട സമയത്ത് ചെറുപ്പത്തിലെ ഇതേപോലെ ഈ സ്കൂൾ ലൈഫ്, എന്തായാലും ആമ്പിള്ളേരുടെ ആ ഒരു പ്രായമാണല്ലോ കാണിക്കുന്നത്, അപ്പൊ സ്കൂൾ ലൈഫ് മെമ്മറീസ് ഒക്കെ കിട്ടിയോ? പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നോ? അത് കിട്ടും. അത് നമ്മള് യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോണതും ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കുന്നതും കളിക്കുന്നതും ഒക്കെ അതൊക്കെ ഓട്ടോമാറ്റിക്കലി അത് കിട്ടും. അതിപ്പോ സിനിമ കാണുമ്പോഴും എല്ലാവർക്കും അത് കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ആണല്ലോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഇന്നത്തെയും കൂടെ ഉള്ള ഡിഫറൻസ് അതൊക്കെ അപ്പം പെട്ടെന്ന് നമ്മളിതൊക്കെ ലൈവായിട്ട് കാണുമ്പോൾ ആലോചിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെ മേജർ ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്തത്? അങ്ങനെ ഭീകര ഡിഫറൻസ് ഒന്നുമില്ല. വെച്ചാല് കുട്ടികളായിരിക്കുമ്പോൾ എല്ലാവരും അതുപോലെ തന്നെയാണ്. അവരുടെ മൈൻഡ് സെറ്റ് ഒക്കെ ഭയങ്കര ഇന്നസെൻസ് ആയിരിക്കുമല്ലോ ആ സമയത്ത്. പിന്നെ അതിൻ്റെ അകത്തും ചില വ്യത്യസ്തമായിട്ട് ചില നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ്, അത്ര ഇന്നസെന്റ് അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാക്സിമം ആൾക്കാരും ഇന്നസെൻസ് ഉള്ള സമയമാണ് ആൾക്കാർക്ക്. സോ അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ പ്രസന്റിൽ കാണുന്ന കുട്ടികൾ. ഇപ്പോൾ ഞാൻ എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇഷ്ടംപോലെ കുട്ടികളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയൊരു ഇതുപോലത്തെ ഒരു സ്കൂളിലല്ലേ പഠിച്ചിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ആ മെമ്മറിയിലേക്ക് നമ്മൾ പോകും. ഒരു നിമിഷങ്ങളിൽ നമ്മൾ ഓർത്തു പോകും നമ്മൾ പഠിച്ച കാലവും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പേരൊക്കെ ഇപ്പം എന്താണ് എൻ്റെ പ്രായമുള്ള ആൾക്കാരാണല്ലോ എൻ്റെ ക്ലാസ്മേറ്റ്സ്. കുറേ പേരൊക്കെ ഇപ്പം എന്താണ് വയറൊക്കെ വെച്ച് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അതെ, അവരുടെ സ്വഭാവങ്ങളും ഒക്കെ കുറെ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ക്ലാസ്മേറ്റ്സിൽ എല്ലാവരും നമുക്ക് വലിയ താല്പര്യം കാണില്ലല്ലോ. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് സിങ്ക് ആകാത്ത ചില ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരുമായിട്ട് പിന്നെ വലുതായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവരുമായിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുമായിട്ട് സിങ്കാണ്. അപ്പോൾ പഴയ പോലെ അല്ല അവര് ഡിഫറെന്റ് ആയി. അവര് നല്ലവരായി മാറി. ചേട്ടാ നമ്മള് നല്ലവരാണ് അത് ചേട്ടാ. മക്കള് 4 ആള് ഒന്നിച്ച് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോ ചെറിയ മക്കളും പോവാൻ തുടങ്ങി. ഇപ്പൊ എങ്ങനെയുണ്ട് രാവിലത്തെ ഒരു അംഗം? അത് കാണാൻ പറ്റാറുണ്ടോ? സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഞാൻ ബസ്സിൽ നിന്നുറങ്ങും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്. തിരക്കുള്ളപ്പോ വീടില്ലല്ലോ, ആരെങ്കിലും നിൽക്കുമല്ലോ. നമ്മളാ മറ്റേ ഇതില്ലേ കമ്പിയില് നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് നിന്നാ മതി. ഇപ്പോഴത്തെ സീറ്റും ഒരു കമ്പിയും കൂടെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിന്ന്. എന്നാൽ ഇവര് വളരും തോറും ഈ വീട്ടിലെ ഒരു വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? കുറച്ചുകൂടെ വലുതായി വരുമ്പോഴാണല്ലോ, ചെറിയ പിള്ളേരും വലുതാവുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ ഒരു സിറ്റുവേഷൻ ഇപ്പൊ മാനേജ് ചെയ്യുന്നത്? അവരൊക്കെ എന്നത് വിട്ടുകൊടുക്കാറാ പതിവ്. കാര്യം ഞാനും ഒരു നമ്മൾ ഈഗോ ക്ലാഷ് വരാറുണ്ട്. അവരെന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പിന്നെ അത് ദേഷ്യം വരും. അല്ല, പിന്നെ എന്റെ ഈഗോ ഹേർട്ടാവും. അതുകൊണ്ട് ഞാൻ ഇടപെടാൻ പോകാറില്ല. അടി കിട്ടാറുണ്ടോ അച്ഛന്? കിട്ടി ഒരിക്കൽ. അവന്റെ പെട്ടെന്നുള്ള റിഫ്ലെക്സ് ആയിരുന്നു. ചേപ്പക്കുറ്റിയൊക്കെ അവന് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല. അവനെ ഞാൻ ഒന്ന് ഉപദ്രവിച്ചപ്പോ ഇതിപ്പോ അച്ഛനെ മാനേജ് ചെയ്യാനായിരിക്കും ഇപ്പൊ വീട്ടിൽ ഏറ്റവും